പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുന്നുണ്ട്. ഗൗതം, സർസംഘചാലകിനെ അറസ്റ്റ് ചെയ്യാൻ സീനിയർ IPS ഉദ്യോഗസ്ഥൻ പരംവീർ സിംഗ് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുവെങ്കിലും തെളിവില്ല. അതുകൊണ്ടാണ് ഒരു നടപടി ഉണ്ടാകാത്തത്. ആ ഉത്തരവ് അനുസരിക്കാൻ തനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ താൻ ഏറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാണ് ഈ മുൻ പോലീസ് ഇൻസ്പെക്ടർ മെഹബൂബ് മുജാവർ പറയുന്നത്. ഈ ഘട്ടത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമാണ് ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ ഗൗതം? രാഖി, മലേഗാവ് അതല്ലെങ്കിൽ സംജോത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള സ്ഫോടന പരമ്പരകൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രമുഖ നേതൃത്വത്തെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിലുള്ള പ്രചാരകന്മാരെയും അല്ലെങ്കിൽ സർസംഘചാലക് ഉൾപ്പെടെയുള്ളവരെയും ഈ കേസിൽ കുടുക്കിക്കൊണ്ട് സംഘടനയുടെ പ്രവർത്തനത്തെ ഏതൊക്കെ രീതിയിൽ ഇല്ലാതാക്കാം അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കാം എന്ന വലിയ ശ്രമം UPA സർക്കാരിൻ്റെ കാലത്ത് അന്നുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതാണിപ്പോൾ ഈ കേസിൻ്റെ വിധി വന്നതിന് തൊട്ടടുത്ത ദിവസം മഹാരാഷ്ട്ര ATSലെ തന്നെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. 2008 ഈ മലേഗാവ് സ്ഫോടനം നടന്നതിന് പിന്നാലെ നമുക്കറിയാവുന്നതുപോലെ സന്യാസിയായ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ ഇതിലേക്ക് പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കേണൽ ശ്രീകാന്ത് പുരോഹിത്, അദ്ദേഹത്തെ പിന്നീട് ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. അങ്ങനെ സമൂഹത്തിൽ ദേശീയ ബോധം വളർത്തുകയും അല്ലെങ്കിൽ ഹിന്ദുത്വ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതായ ആളുകളെ വളരെ ബോധപൂർവമായി ഈ കേസിലേക്ക് വലിച്ചഴയ്ക്കുന്നത് ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. കൂടാതെ ഏറ്റവും പ്രധാനമായും ഈ കോൺഗ്രസും അതോടൊപ്പം തന്നെ UPA സർക്കാരും, പ്രത്യേകിച്ച് സോണിയാഗാന്ധി അന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് RSSന്റെ സർസംഘചാലക് ഉൾപ്പെടെയുള്ളവരെയാണ് എന്നത് അന്ന് തന്നെ വലിയ വാർത്ത നേടിയ ഒരു സംഭവമാണ്. കാരണം ഇന്ദ്രേഷ് കുമാർ, നമുക്കറിയാം, അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകന്മാരിൽ ഒരാളാണ്. ഇന്ദ്രേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷത മുസ്ലിം സമൂഹത്തിനിടയിലും വലിയ സ്വാധീനമുള്ള RSSന്റെ പ്രചാരകമാണ്. വിശേഷിച്ച് ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ RSSന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ RSSന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു പ്രചാരകമാണ് ഇന്ദ്രേഷ് കുമാർ. ആ ഇന്ദ്രേഷ് കുമാറിനെ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പെടുത്തുവാനുള്ള വലിയ ശ്രമം കോൺഗ്രസിന്റെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്നിരുന്നു. ഇന്ദ്രേഷ് കുമാറിനെ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിലൂടെ ആദ്യഘട്ടത്തിൽ RSS പ്രചാരകയായ ഇന്ദ്രേഷ് കുമാർ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുക, അതിലൂടെ നാഗ്പൂരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അതായത് സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവരെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചന. അപ്പോൾ ആ ഗൂഢാലോചനയുടെ കൂടുതൽ ചുരുളഴിയുകയാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇന്നലത്തെ ദിവസം വളരെ സുപ്രധാനമാണ്. കോൺഗ്രസ് ഒരു കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച, പ്രത്യേകിച്ച് സോണിയയും P ചിദംബരവും സുശീൽ കുമാർ ഷിൻഡെയും ഒക്കെ ഉയർത്തിപ്പിടിച്ച കാവി ഭീകരത, ഹിന്ദുത്വ ഭീകരത അല്ലെങ്കിൽ സാഫ്രോൺ ടെറർ എന്നൊന്നില്ല എന്ന് നമ്മുടെ രാജ്യത്തെ കോടതികൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ മലേഗാവ് സ്ഫോടനത്തോടുകൂടി ഏതാണ്ട് കാവി ഭീകരത എന്ന ടേം തന്നെ ഇനിയും ഉപയോഗിക്കാൻ കഴിയുന്നതല്ല എന്ന നിലയിലേക്ക് കോടതി വിധി വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് സംജോത എക്സ്പ്രസിന്റെ കേസിലാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസമുണ്ടായ കോടതിയുടെ ചില സുപ്രധാനമായ നിരീക്ഷണം അതേക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാവി ഭീകരത അങ്ങനെ ഒരു ടേമിന് പോലും പ്രസക്തി ഇല്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനിടയിലാണ് ATS മുൻ ഉദ്യോഗസ്ഥന്റെ ഈ തുറന്നു പറച്ചിൽ കൂടി വരുന്നത്. ഗൗതം, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അവിടെ നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം. രാഖി, ഇന്നലത്തെ ഈ കോടതി വിധിയോടുകൂടി ഇനിയും സ്വാഭാവികമായും ഇത്തരം വെളിപ്പെടുത്തലുകൾ വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് ഒരു കേസല്ല, മറിച്ച് 2007 മുതൽ 2009 വരെ നടന്ന പല സ്ഫോടനങ്ങളും ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് മുകളിൽ കെട്ടിവെക്കാനുള്ള വലിയ ശ്രമം അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2008 നടന്ന മലേഗാവ് സ്ഫോടനം, 2007 നടന്ന സംജോത എക്സ്പ്രസ് സ്ഫോടനം, അതുപോലെ തന്നെ 2007 കാലയളവിൽ നടന്ന രാജസ്ഥാനിലെ മക്ക മസ്ജിദ് സ്ഫോടനമാണെങ്കിലും അതുപോലെ തന്നെ അജ്മീർ ദർഗ സ്ഫോടനമാണെങ്കിലും ഇതെല്ലാം ദേശീയ പ്രസ്ഥാനങ്ങളുടെയോ ഹിന്ദുത്വ സംഘടനകളുടെയോ മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദത്തെ പരിപോഷിപ്പിക്കുവാനുള്ളൊരു ശ്രമം അന്ന് കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക ഭീകരവാദികൾ അഴിഞ്ഞാടിയ കാലഘട്ടമാണ്. 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, മെട്രോ നഗരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജ്യതലസ്ഥാനമായ ഡൽഹി ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള വാരണാസി, അയോധ്യ തുടങ്ങിയ സ്ഥലങ്ങളായിക്കോട്ടെ, അവിടെ എല്ലാം ഇസ്ലാമിക ഭീകരവാദികൾ തുടർച്ചയായി സ്ഫോടനങ്ങൾ ആ കാലയളവിൽ നടന്നിരുന്നു. അതിനാൽ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുകയും അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നതിൽ സോണിയാഗാന്ധി
സോണിയാഗാന്ധിയും കോൺഗ്രസും UPA സർക്കാരും പരാജയപ്പെട്ടുവെന്ന വികാരം രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തിനിടയിൽ അലയടിക്കുമ്പോൾ മുസ്ലിം സമൂഹം മാത്രമല്ല ഭീകരതയുടെ പാതയിലുള്ളത്, മറിച്ച് ഹൈന്ദവ സംഘടനകളും രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വലിയ ഗൂഢാലോചന അന്നത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങനെയാണ് മുൻപൊരിക്കലും കേട്ടുകേൾവിയില്ലാത്ത കാവി ഭീകരത അഥവാ സാഫ്രോൺ ടെറർ എന്നൊരു പദപ്രയോഗം തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗത്ത് നടന്ന വലിയ സ്ഫോടനങ്ങളുടെ ഗൂഢാലോചനയിലേക്ക് ഹൈന്ദവ സംഘടനകളെ വളരെ ബോധപൂർവം തന്നെ വലിച്ചടിക്കുകയായിരുന്നു. അതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായിട്ടുള്ള സാംസ്കാരിക സംഘടനയായിട്ടുള്ള RSSനെ കൂടി അതിലേക്ക് വലിച്ചഴച്ച് സർസംഘചാലക് ഉൾപ്പെടെയുള്ളവരെ ആ കേസിന്റെ ഭാഗമാക്കാനുള്ള ശ്രമമാണ് ആ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അന്ന് തന്നെ ഇന്ദ്രേഷ് കുമാറിനെ ഈ കേസിലേക്ക് പെടുത്താൻ ശ്രമിക്കുന്നു എന്നത് സംബന്ധിച്ച് ആ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ മഹാരാഷ്ട്ര ATSന്റെ മുൻ ഉദ്യോഗസ്ഥൻ നടത്തുന്ന വെളിപ്പെടുത്തൽ എന്തായാലും വളരെ ശ്രദ്ധേയമാണ്. അതായത് വരും ദിവസങ്ങളിലും സ്വാഭാവികമായും ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് അത് മലേഗാവ് ആണെങ്കിലും സംജോത എക്സ്പ്രസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അത്തരം സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് RSS ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ അതിലേക്ക് വലിച്ചഴിക്കുവാൻ നടന്ന UPA സർക്കാരിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ വലിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല ആ ഒരു കാലയളവിൽ ഹൈന്ദവ സംഘടനാ പ്രവർത്തകരെ സന്യാസിമാരെ വിവിധ കേസുകളിൽ പെടുത്തിക്കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം UPA സർക്കാരിൻ്റെ കാലത്ത് നിന്നും വലിയ തോതിൽ നടന്നിരുന്നു. നമുക്കറിയാം ശങ്കരാചാര്യർ കാഞ്ചി കാമകോടി മഠത്തിന്റെ അധിപനായിരുന്ന ജയേന്ദ്ര സരസ്വതിയെ തന്നെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ജയേന്ദ്ര സരസ്വതിയെ പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ശങ്കരാചാര്യരെ പോലും ജയിലിലേക്ക് തള്ളിവിടുക എന്ന വളരെ ബോധപൂർവമായ നീക്കം സോണിയാഗാന്ധിയുടെയും അന്നത്തെ UPA സർക്കാരിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. കൂടാതെ 2 സന്യാസിമാരെയാണ് ഈ സ്ഫോടന കേസുകളിലേക്ക് പ്രതി ചേർത്തത്. ഒന്ന് ഇന്നലെ NIA കോടതി കുറ്റവിമുക്തമാക്കിയ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ ചരിത്രം നമുക്കറിയാം. ABVPയിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് എത്തി. പിന്നീട് മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വനവാസി മേഖലകളിൽ നടത്തുന്ന മതപരിവർത്തനത്തെ ഉൾപ്പെടെ പ്രതിരോധിച്ചുകൊണ്ട് ഒരു ഫയറായി നിന്ന സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെ വളരെ ബോധപൂർവമായി ഈ കേസിലേക്ക് വലിച്ചിരിക്കുന്നു. മറ്റൊരു സന്യാസിയാണ് പശ്ചിമ ബംഗാളിൽ ജനിച്ച സ്വാമി അസീമാനന്ദ. അദ്ദേഹവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും വനവാസി കല്യാൺ ആശ്രമത്തിന്റെയും നേതൃത്വത്തിൽ